ചങ്ങനാശ്ശേരി മോസ്കോയിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവം കൊലപാതകം. വീട്ടമ്മയായ മല്ലികയെ കൊലപ്പെടുത്തിയത് ഭർത്താവാണെന്ന് തൃക്കൊടിത്താനം പോലീസ് കണ്ടെത്തി. സംഭവത്തിൽ ഭർത്താവ് അനീഷിനെ അറസ്റ്റ് ചെയ്തു. വീടിനുള്ളിലെ മുറിയിൽ മാടപ്പള്ളി മോക്സോ സ്വദേശിയായ മല്ലികയെ മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഏപ്രിൽ 28 പുലർച്ചെ. കഴുത്തിൽ കത്തി ഉപയോഗിച്ച് മുറിച്ച പാടും ശരീരത്തിൽ ഉണങ്ങിയ രക്തക്കറകളും ഉണ്ടായിരുന്നു. തൃക്കൊടിത്താനം പോലീസ് അന്നു തന്നെ മല്ലികയുടെ ഭർത്താവായ അനീഷിനെ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ മല്ലിക ആത്മഹത്യ ചെയ്തതാണെന്നുള്ള മൊഴിയാണ് അനീഷ് നൽകിയത്. മല്ലികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് കേസിൽ വഴിത്തിരിവായത്. കഴുത്തു ഞെരിച്ചുണ്ടായ മരണമാണ് മല്ലികയ്ക്ക് സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അനീഷിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത്. നിലത്ത് വീണ മല്ലികയെ താൻ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴുത്തിൽ കത്തി ഉപയോഗിച്ച് മുറിവുണ്ടാക്കിയതാണെന്നും അനീഷ് മൊഴി നൽകി. താനും ഭാര്യയും തമ്മിൽ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് വഴക്കുണ്ടാകാറുണ്ടെന്നും പ്രതി പറഞ്ഞു. അനീഷ് തന്നെയാണ് സംഭവ ദിവസം രാവിലെ അയൽക്കാരെ വിളിച്ച് ഭാര്യ മരിച്ച വിവരം അറിയിച്ചത്. ന്യൂസ് മലയാളം, കോട്ടയം.